ലഹരി എന്ന വിപത്ത് തകർക്കുന്നത് അത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, മറിച്ച് അവരുടെ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെയാണ്. മകന്റെ ലഹരി ഉപയോഗത്തെ തുടർന്ന് വിദേശത്ത് വർഷങ്ങളുടെ പരിശ്രമത്തോടെ നേടിയ ജീവിത സൗഭാഗ്യങ്ങളും സമ്പാദ്യവും ഒക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ഒരമ്മയുടെ അനുഭവകഥ ഇങ്ങനെയാണ്. മോനിപ്പോൾ 19 വയസ്സായി. ആദ്യമൊന്നും അത്ര തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല ഇത് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പുറത്താണ്. ഞാൻ എപ്പോഴും വിചാരിക്കും അവിടെ നിന്നത് ലഭ്യത ഇല്ലാത്ത സ്ഥലമാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. 10 വർഷത്തോളമായി വിദേശത്താണ്. തുടങ്ങിയ സംരംഭമൊക്കെ വിജയത്തിലേക്ക് എത്തുന്ന സമയം. പക്ഷേ മകന്റെ ലഹരി ഉപയോഗം സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും കീഴ്മേൽ മറിച്ചു. ഫാമിലിയിൽ നിന്ന് തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്താൻ തുടങ്ങി. നമ്മൾ ഇത് മക്കൾ ഉപയോഗിക്കുന്നെങ്കിലും നമ്മളെ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നു. വല്ലാത്തൊരു മാനസിക അവസ്ഥയിലായിരുന്നു ഞങ്ങളവിടെ. ഇപ്പോൾ സ്വന്തം നാടിന്റെ സുരക്ഷിതത്തിലേക്ക് എത്തിയതിന്റെ ആശ്വാസം ഈ വാക്കുകളിലുണ്ട്. ആകെ ഒരു കൈവിട്ട അവസ്ഥയിലാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകരുതെന്ന് പറഞ്ഞു വെക്കുമ്പോഴും നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം ഉണ്ടാവണമെന്നാണ് അഭിപ്രായം. ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ കളിക്കാനുള്ള സംവിധാനവും എല്ലാം ചെയ്തു കൊടുക്കുക. വേറെ വേറെ ആക്ടിവിറ്റീസിലോട്ടൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആക്കി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. തൂഫാൻ പോലുള്ള പദ്ധതികൾക്ക് 100% പിന്തുണ. ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. അത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇരകളാകുന്നവരിൽ ഏറെയും കൗമാരക്കാരാണ്. അവർക്ക് കലാകായിക പരിപാടികളിൽ കൂടുതൽ സജീവമാകാനുള്ള അവസരമൊരുക്കുക എന്നത് ഒരു പ്രതിരോധ മാർഗം കൂടിയാണ്. പല തലങ്ങളിൽ പല രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തേണ്ടതും ചിന്തിപ്പിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ക്യാമറമാൻ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.